പടത്തിന്റെ ഓപ്പണിംഗ് സീനില് വില്ലന്മാരാവട്ടെ അവര് ഫയർ ജിപ്സ് ഉപയോഗിച്ച് അവിടെ വലിയൊരു ബോംബ് തന്നെ അങ്ങനെ പൊട്ടിക്കുകയാണ്. കാക്കാഷി ഈനോയും ചോച്ചിയും അത് കണ്ട് പേടിച്ച് ഇപ്പൊ അറഞ്ചം പുറഞ്ചം കാടിന്റെ ഓരോ ദിക്കിലേക്ക് അവർ ഓടാൻ തുടങ്ങും. ഹീഡൻ പിന്നെയും കാക്കാഷിയെ പിടിച്ചു വലിച്ച് അവന്റെ സ്ക്വാഡ് എടുത്ത് ഇപ്പൊ കാക്കാഷിക്ക് നേരെ വരും. കാക്കാഷി അവനെ വെട്ടിത്തിരിപ്പിച്ച് അവന്റെ ഓരോ മൂവ്മെന്റിൽ നിന്നും ഇപ്പൊ തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടുകൊണ്ടേയിരിക്കും. അപ്പൊ കാക്കാഷിക്ക് മനസ്സിലാവും അവൻ യൂസ് ചെയ്യുന്ന ലൈറ്റ്നിങ് പവറിനെ കഴിഞ്ഞും 4 മടങ്ങ് കൂടുതലാണ് വില്ലൻ ഉപയോഗിക്കുന്ന ആ ഒരു ലൈറ്റ്നിങ് പവറിന്. ഇവിടെ ചോച്ചിക്ക് ആ കൺഫ്യൂഷനായിട്ട് അവൻ വീണ്ടും ചിന്തിക്കുകയാണ്, മാസ്റ്റർ ലൈറ്റ്നിങ് പവർ ഉപയോഗിച്ചുകൊണ്ട് ആ ഒരു വില്ലന്റെ നെഞ്ചല്ലേ അടിച്ചു തകർത്തത്, എന്നിട്ടും അവനൊന്നും പറ്റിയില്ല. പക്ഷെ അതില് വില്ലന്റെ ഒരു മാസ്ക് മോൺസ്റ്റർ അത് നശിച്ചുപോയി. അതിന് ഷിക്കമര് പറയും അവരുടെ പവർ അത് വളരെ കൂടുതലാണ്, അതുകൊണ്ടാണ് വളരെ എളുപ്പത്തില് എന്റെ ഷാഡോ ക്ലൗണ് പോലും അവര് തകർത്ത് കളഞ്ഞത്. മാത്രമല്ല അവനവന്റെ ബോഡി അത് പോർട്ട് ചെയ്യാൻ കഴിയുന്ന പ്രത്യേക എബിലിറ്റി കൂടിയുണ്ട്. ഷിക്കമര് പറയും അവന്റെ 4 മോൺസ്റ്ററിനും 4 ഹാർട്ടുണ്ട്. ആ 4 ഹാർട്ടും നശിപ്പിച്ചു കളഞ്ഞാൽ മാത്രമേ ഈ ഒരു കാഗസ് വില്ലനെ അവനെ എന്നേക്കുമായിട്ട് നമുക്ക് നശിപ്പിക്കാൻ കഴിയൂ. അതിനീനോ അപ്പൊ നീ പറയുന്നത് ഈ 4 മോൺസ്റ്റർ കൂടെ നമ്മൾ നശിപ്പിക്കണമെന്നാണോ? അതിന് ഷിക്കമര് തലയാട്ടുമ്പോ ഇവിടെ ആ ഒരു കാഗസ് വില്ലൻ, ഞാൻ കരുതിയതിനേക്കാളും ഒരുപാട് സ്മാർട്ടാണ് നിങ്ങൾ. പക്ഷെ എന്റെ 4 മോൺസ്റ്റേഴ്സ് അവരുടെ 4 പേരുടെയും നേച്ചർ പവർ അത് ഡിഫറെന്റ് ആണ്. അതുകൊണ്ട് അത്ര എളുപ്പത്തില് നിങ്ങൾക്ക് എന്നെയും എന്റെ മോൺസ്റ്ററുകളെയും നശിപ്പിക്കാൻ പറ്റില്ല. അപ്പൊ കാക്കാഷിക്ക് മനസ്സിലാവും അവൻ ഓൾറെഡി ചക്ര എലമെന്റ് കമ്പൈൻ ചെയ്താണ് ഇപ്പൊ ഫൈറ്റ് ചെയ്യുന്നതെന്ന്. അപ്പൊ ഹീഡൻ ചോദിക്കും, അന്ന് ഞാൻ ഒരുത്തിനെ തല്ലിക്കൊന്നില്ലേ, അവന്റെ ബോഡി നിങ്ങൾ കുഴിച്ചിട്ടോ? പക്ഷെ കുഴപ്പമില്ല, ആ ഒരു ബോഡി കാഗസ് കൂളായിട്ട് പുറത്തെടുക്കും. കാരണം അവന്റെ തലയ്ക്ക് 35 മില്യനാണ് വില പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ അവന്റെ വെറും സ്റ്റുഡൻസ് അല്ലേ, നിങ്ങളുടെ മാസ്റ്ററെ പോലും ഞാൻ തല്ലിക്കൊന്നു. അപ്പൊ പിന്നെ നിങ്ങളുടെ അവസ്ഥ അത് പറയാനില്ലല്ലോ എന്ന് പറഞ്ഞ് അവനിപ്പോ പൊട്ടിച്ചിരിക്കാൻ തുടങ്ങും. അതിന് ചോച്ചിക്ക് കലി കയറി, നിനക്ക് എത്ര ധൈര്യം ഉണ്ടെങ്കില് ഞങ്ങളുടെ മാസ്റ്ററെ കുറിച്ച് കുറ്റം പറയും, നിന്നെ ഞാൻ കാണിച്ചു തരാന്ന് പറഞ്ഞ് ചോച്ചി അവനെ ഇടിക്കാൻ പോകുമ്പോ ഷിക്കമര് പറയും, ചോച്ചി വേണ്ട, ഇപ്പൊ അവന്റെ അടുത്തേക്ക് പോവരുത്. അതിന് ഹീഡൻ ആവട്ടെ ഇപ്പൊ ചോച്ചിയെ നോക്കി, നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ എന്റെ അടുത്തേക്ക് ഓടി വാടാ ഫാറ്റ്സോന്ന് അവനെ നോക്കി കളിയാക്കി വിളിക്കും. ചോച്ചി നിക്കില്ല, അവന്റെ കലി അത് ഡബിൾ ആയിട്ട് വില്ലന്റെ അടുത്തേക്ക് ഓടി എടുക്കുകയാണ്. അപ്പൊ ഹീഡൻ ചോച്ചിയെ കണ്ട് അവന് ഓടിച്ചാടി ഓടി അവന്റെ ടൂളുമായിട്ട് ചോച്ചിയുടെ തൊട്ടടുത്തെത്തുമ്പോ ഷിക്കമരു ആവട്ടെ അവന്റെ ഷാഡോ ക്ലൗൺ ഉപയോഗിച്ച് ഇപ്പൊ ചോച്ചിയെ ലോക്ക് ചെയ്ത് പിടിക്കും. ആ ഗ്യാപ്പിൽ കാക്കാഷി ചാടി വീണ് വില്ലനെ അടിച്ചു തെറിപ്പിച്ച് ഇപ്പൊ ചോച്ചിയെ സേവ് ചെയ്യും. പക്ഷെ ചോച്ചിയുടെ തൊട്ട് മുൻപിലേക്ക് ഇപ്പൊ കാഗസു വരും. ചോച്ചി അവന്റെ പൊന്തം കൈ ചുരുട്ടി കാഗസുവിനെ ഇടിക്കുമെങ്കിലും അവൻ സിമ്പിളായിട്ട് കൈ തടഞ്ഞ് ചോച്ചിയെ എടുത്തിട്ട് ഇണ്ടടിച്ച് അങ്ങനെ വലിച്ചെറിയും. മറ്റൊരിടത്ത് ഹീഡൻ ഇപ്പൊ കാക്കാഷിയുടെ പിന്നാലെ ഓടി കാക്കാഷി ഇടിച്ചു കൊണ്ടേയിരിക്കുകയാണ്. കാക്കാഷി വില്ലന്റെ ഓരോ ഇടിയും തട്ടി മാറ്റി ഇപ്പൊ മുൻപോട്ട് കുതിച്ചു പായും. അപ്പൊ കാക്കാഷിയുടെ തൊട്ട് പിന്നാലെ ആ മോൺസ്റ്റേഴ്സും ലൈറ്റ്നിങ് പവറും തീയും തുപ്പിക്കൊണ്ട് അവന്റെ പിന്നാലെ തന്നെ വരും. അപ്പൊ മറ്റൊരു ഭാഗത്ത് ആ വില്ലൻ അവൻ ചോച്ചിയെ തല്ലിക്കൊന്നോണ്ടിരിക്കുകയാണ്. അത് കണ്ട് ഈനോ അവള് വെറുതെ ഇരിക്കില്ല, അവള് ചാടി വീണ് ഇപ്പൊ വില്ലനുമായിട്ട് പൊരിഞ്ഞ ഫൈറ്റ്. ഇവിടെ ഷിക്കമൊരു വില്ലന്മാരുടെ പിന്നാലെ ഓടി അവരെ ഷാഡോ ക്ലൗൺ ഇട്ട് അങ്ങനെ മടക്കി ലോക്ക് ചെയ്യാനായിട്ട് ശ്രമിച്ചു കൊണ്ടേയിരിക്കും. പക്ഷെ വില്ലന്മാര് അവര് നിസ്സാരക്കാരല്ല, അവർ ലൈറ്റ്നിങ് പവർ ഉപയോഗിച്ച് ഇപ്പൊ ഷിക്കമരുവെ വെട്ടിത്തിരിപ്പിച്ച് അവിടുന്ന് ഓടിക്കാൻ തുടങ്ങും. കട്ട് ചെയ്ത മറ്റൊരു ഭാഗത്ത് ഇപ്പൊ വില്ലനാവട്ടെ ഒരു കയ്യിൽ ഈനോയെയും മറ്റൊരു കയ്യിൽ ചോച്ചിയെയും ഇപ്പൊ കഴുത്തിന് തൂക്കി പിടിച്ച് അങ്ങനെ നിൽക്കുകയാണ്. ഷിക്കമരുവിന് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല, അവൻ ഉഷാറായിട്ട് ഓടാൻ തുടങ്ങും. ഇവിടെ കാക്കാഷിക്ക് വില്ലന്റെ കയ്യിൽ നിന്ന് ഒരുപാട് അടി കിട്ടി ബോധം കെട്ട് അങ്ങനെ താഴേക്ക് വീഴാണ്. അവൻ കാക്കാഷിയെ പിടിച്ചു വലിച്ച് അവന്റെ ടൂൾ ഉപയോഗിച്ച് കാക്കാഷിയെ നടുവെ വെട്ടുകയാണ്. പക്ഷെ അത് കാക്കാഷിയുടെ വെറും ക്ലൗൺ ആണ്. കാക്കാഷി അവിടുന്ന് രക്ഷപ്പെട്ട് ഇപ്പൊ മുൻപോട്ട് ഓടും. ഷിക്കമരു ആവട്ടെ ഒരു സ്ക്രോൾ നിവർത്തി വെച്ച് അതിൽ ചവിട്ടി വാട്ടർ ക്ലൗൺ ജിപ്സ് ഉപയോഗിച്ച് ചുറ്റുമുള്ള വില്ലന്മാരെ അടിച്ച് തെറിപ്പിക്കുകയാണ്. അപ്പൊ ആ ഒരു മോൺസ്റ്ററിന്റെ ലൈറ്റ്നിങ് ജിപ്സു അത് വെള്ളത്തിൽ റിഫ്ലക്ട് ചെയ്ത് ഇപ്പൊ കാഗസു ആ ഒരു ലൈറ്റ്നിങ് ജിപ്സുല് അങ്ങനെ പെട്ടുപോവാണ്. വില്ലൻ വേദന എടുത്ത് അലറി ഇപ്പൊ ഈനോയെയും ചോച്ചിയെയും വലിച്ചെറിയും. അപ്പൊ കറക്റ്റ് ആയിട്ട് ഇപ്പൊ കാക്കാഷിയും ഷിക്കമരവും അവരെ ക്യാച്ച് ചെയ്ത് ഒരു മൂലയ്ക്ക് കൊണ്ടുവന്നിരുത്തും. സേഫ് ആയിട്ടൊരു സ്ഥലത്തിരുത്തി ഇപ്പൊ അവരെ ചെക്ക് ചെയ്യാൻ തുടങ്ങും. നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ, നിങ്ങൾ ഓക്കെ അല്ലേ? അതിനവര് പറയും ഇപ്പൊ കുഴപ്പമൊന്നുമില്ല, ഞങ്ങൾ ഓക്കെയാണ്. അപ്പൊ അതേ സമയത്ത് ഇപ്പൊ വില്ലന്മാര് വീണ്ടും ഒരുമിച്ച് അറ്റാക്ക് ചെയ്യാനായിട്ട് റെഡി ആയിട്ട് നിൽക്കുകയാണ്. ഷിക്കമരുവിന് മനസ്സിലാവും അവരെ ഇനി ഒന്നിച്ചു വിട്ടാല് തീർച്ചയായിട്ടും അവര് കോംബോ അറ്റാക്ക് നടത്തും. ഷിക്കമരു പറയും നമ്മൾ 4 പേരിൽ ഒരാള് ഹീഡനെ അവനെ തനിയെ ഇവിടുന്ന് മാറ്റണം. അപ്പൊ ഈനോ അവൾ ചാടിത്തുള്ളി പറയും ഇപ്പൊ എനിക്കാണ് ഒരുപാട് ചക്രപ്പോറ് ബാക്കിയുള്ളത്, അവന് ഈസി ആയിട്ട്
ഞാൻ മറ്റൊരു സ്ഥലത്ത് എത്തിച്ചു തരാന്ന് പറയുമ്പോ അതിന് ഷിക്കമരു പറയും, വേണ്ട വേണ്ട, എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് പറ്റിക്കഴിഞ്ഞാ പിന്നെ അത് തിരുത്താൻ പറ്റില്ല. ഞാൻ എന്റെ ഷാഡോ ക്ലൗൺ ജിപ്സ് വെച്ച് തന്നെ അവരെ കൺട്രോൾ ചെയ്ത് അവിടുന്ന് മാറ്റിക്കോളാം. അതിന് ചോദിച്ചു പറയും, നീ ഓൾറെഡി ഇപ്പൊ ഒരുപാട് ടയേർഡാണ്, അതുകൊണ്ട് ഇത്തവണ ഞാൻ പോവാന്ന് പറയുമ്പോ അതിന് ഷിക്കമരു ദേഷ്യപ്പെട്ട് പറയും, നിന്നെ കൊണ്ട് പറ്റില്ല, നിന്റെ ഒരു തുള്ളി ബ്ലഡ് കിട്ടിയാൽ മതി, പിന്നെ നിന്റെ കാര്യത്തില് തീരുമാനാവും. അതുകൊണ്ട് ഞാൻ തന്നെ അവനെ വഴിതെറ്റിച്ചു കൊണ്ടുപോകാം. ആ സമയത്ത് നിങ്ങൾ എല്ലാവരും കാക്കാഷി മാസ്റ്റർ സപ്പോർട്ട് ചെയ്ത് ആ ഒരു കാഗസുവിനെ അവൻ എങ്ങനെയെങ്കിലും തകർക്കണം. കാക്കാഷി അവന്റെ കൈ പിടിച്ച് ഒരു സീഡ് എടുത്ത് ഇപ്പൊ അവന്റെ കൈ കൊടുക്കും. ആസുമ മാസ്റ്ററെ കൊന്നവരെ നീ ഒരിക്കലും വെറുതെ വിടരുന്ന് പറയുമ്പോ ഇപ്പൊ ഷിക്കമരു ആവട്ടെ, അവൻ പവർഫുൾ ആയിട്ട് ആ വില്ലന്മാർക്ക് നേരെ വരികയാണ്. അവൻ വരുന്നത് കാണുമ്പോ വില്ലന്മാർക്ക് മനസ്സിലാവില്ല അവൻ എന്ത് ചെയ്യാനാ പോണേന്ന്. ഷിക്കമരു അവന്റെ ഷാഡോ ക്ലൗൺ ഉപയോഗിച്ച് ഇപ്പൊ ഹീഡന്റെ നേർക്ക് വരുമ്പോ കാക്കാഷി ആവട്ടെ അവന്റെ കത്തി എടുത്ത് ഇപ്പൊ കാഗസുവിന് നേരെ പാഞ്ഞു ചെല്ലും. പിന്നെ അവർ രണ്ടുപേരും ചേർന്ന് ഇപ്പൊ പൊരിഞ്ഞടി. നിന്റെ ഓപ്പണന്റ് അത് ഞാനാണെന്ന് പറഞ്ഞ് കാക്കാഷി ഫുൾ പവർ എടുത്ത് ഇപ്പൊ കാഗസുമായിട്ട് ഏറ്റുമുട്ടിക്കൊണ്ടേയിരിക്കും. ഷിക്കമരു ഹീഡന്റെ തൊട്ടടുത്തെത്തുമ്പോഴേക്കും ഹീഡനാവട്ടെ അവൻ ചാടി വന്ന് ഇപ്പൊ ഷിക്കമരു അടിച്ചിടും. ഷിക്കമരു വീണ്ടും അവന്റെ ഫുൾ പവർ എടുത്ത് ഇപ്പൊ ഷാഡോ ക്ലൗൺ ഉപയോഗിച്ച് ഹീഡന്റെ പിന്നാലെ തന്നെ പോവാണ്. അപ്പൊ അതേസമയം കാഗസോ കാക്കാഷിയെ പിടിച്ചു വലിച്ച് ഇപ്പൊ തല്ലി തല്ലി കൊന്നോണ്ടിരിക്കുകയാണ്. പക്ഷെ കാക്കാഷി അവൻ മാസ്റ്ററാണ്, അവൻ വെറുതെ വിടില്ല. കാക്കാഷി അവനെ വെട്ടിത്തിരിപ്പിച്ച് ഇപ്പൊ ലോട്ടസ് ജിപ്സ് ഉപയോഗിച്ച് അങ്ങനെ കാലേ വാരി വില്ലനെ നിലത്തടിക്കും. പക്ഷെ കാഗസു അവൻ വാട്ടർ ജിപ്സ് ഉപയോഗിച്ച് ഇപ്പൊ നൈസായിട്ട് രക്ഷപ്പെടും. ഷിക്കമരു ഹീഡനും ആവട്ടെ ഇപ്പൊ കത്തിയെടുത്ത് അറഞ്ചം പുറഞ്ചം ഫൈറ്റാണ്. ഹീഡൻ ചാടി മറിഞ്ഞ് അവന്റെ ടൂൾ ഉപയോഗിച്ച് മരത്തി കുത്തിപ്പിടിച്ച് അങ്ങനെ നിൽക്കും. ഷിക്കമരു പിന്നാലെ ഓടിച്ചെന്ന് അവന്റെ കൈ ചുരുട്ടി ഇപ്പൊ ഹീഡനിട്ട് ഒരൊറ്റ ഇട്ടി. പക്ഷെ വില്ലൻ അവൻ അപ്പോഴേക്കും ഷിക്കമരുയെ തിരിച്ചിടിച്ച് ഇപ്പൊ അവിടുന്ന് തെന്നി മാറും. ഷിക്കമരു അവൻ യഥാർത്ഥത്തില് അവൻ ഇടിക്കാൻ വന്നതല്ല, മറിച്ച് അവന്റെ ഷാഡോ ക്ലൗൺ ജിപ്സുവില് അവനെ അങ്ങനെ ലോക്ക് ചെയ്യാൻ വന്നതാണ്. കാക്കാഷി ഇത് കാണുമ്പോ ഇപ്പൊ ഷിക്കമരുവിനോട് പറയും, അവനെ കൊണ്ട് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് ഓടിപ്പോ. അത് കേൾക്കേണ്ട താമസം ഷിക്കമരു ആവട്ടെ ഹീഡനെയും കൊണ്ട് മുൻപോട്ട് ഓടാൻ തുടങ്ങും. കാഗസുവിനാണെങ്കിൽ ഒന്നും മനസ്സിലാവില്ല എന്താടാ നടക്കണേന്ന്. അവനിപ്പോ ചുറ്റും നോക്കിക്കൊണ്ടിരിക്കും. ഹീഡൻ ചോദിക്കും, എന്തു പറ്റി, എന്തിനാ നീ എന്നെ അവനിൽ നിന്നും അകറ്റി ഒരുപാട് ദൂരത്തേക്ക് കൊണ്ടുപോകുന്നേ? ഇവിടെ കാഗസു അവൻ ചിരിക്കും. അവന്റെ മോൺസ്റ്റേഴ്സ് എല്ലാം തന്നെ ഇപ്പൊ കാക്കാഷിക്ക് ചുറ്റും വരും. അവൻ കാക്കാഷിയോട് പറയും, നിനക്ക് ഹീഡന്റെ പവർ അതെന്താണെന്ന് അറിയില്ല, മാത്രമല്ല എന്റെ റിയൽ പവറും അത് നിങ്ങൾക്കറിയില്ല. ലീഫ് വില്ലേജിലെ ഫസ്റ്റ് ഷിനോബിയായിട്ട് ഫൈറ്റ് ചെയ്തത് അത് ഞാനാണ്. അതെ, നിങ്ങളുടെ ഫസ്റ്റ് ഹൊക്കാകെ അവനുമായിട്ട് ഫൈറ്റ് ചെയ്തത് അത് ഞാനാണെന്ന് പറയുമ്പോ കാക്കാഷി ഷോക്കായിട്ട്, അപ്പൊ നീ ഇമ്മോർട്ടൽ ആണോ എന്ന് ചോദിക്കുമ്പോ അതിനവൻ പറയും, ഞാൻ ഇമ്മോർട്ടൽ ഒന്നും അല്ല, ഞാൻ ഒരുപാട് പേരുടെ ഹാർട്ട് അത് അങ്ങനെ തന്നെ കളക്ട് ചെയ്ത് വീണ്ടും വീണ്ടും ഒന്നൊന്നായി മാറ്റി യൂസ് ചെയ്താണ് ഇപ്പൊ ഇത്രയും കാലവും ജീവിച്ചു വന്നത്. കട്ട് ചെയ്താ ഇവിടെ ഷിക്കമരു അവൻ ഒരുപാട് പേപ്പർ ബോംബ് വെച്ച് ഇപ്പൊ ഹീഡന് ചുറ്റും വലിയൊരു ട്രാപ്പ് ക്രിയേറ്റ് ചെയ്ത് അതിന്റെ ഒത്ത നടുക്കായിട്ട് ഇപ്പൊ ഹീഡനെ നിർത്തും. അതിന് ഹീഡൻ പറയും, ഈ ഒരു പേപ്പർ ബോംബ് അതെനിക്ക് ചുറ്റും മാത്രമല്ല നിനക്ക് ചുറ്റും കൂടെയാണ്. അപ്പൊ പതിയെ പതിയെ ഇപ്പൊ ഷിക്കമരുവിന്റെ ഷാഡോ ക്ലൗണും ബ്രേക്ക് ആവുമ്പോ വില്ലൻ പറയും, നിന്റെ കാര്യത്തില് ഇപ്പൊ മുഴുവനായിട്ടും തീരുമാനായി, നീയും നിന്റെ മാസ്റ്ററിനെ പോലെ ഇവിടെ തീരാൻ പോവുകയാണെന്ന് പറയുമ്പോ ഷിക്കമരു അങ്ങനെ തന്നെ ഇപ്പൊ അനങ്ങാതെ നിൽക്കും. പക്ഷെ ഹീഡൻ അവനൊരു കത്തി എടുത്ത് ഇപ്പൊ പാഞ്ഞു വന്ന് ഷിക്കമരു വെട്ടും. കത്തിയുടെ ഒരു ഭാഗം ഇപ്പൊ ഷിക്കമരുവിന്റെ ദേഹത്ത് കൊണ്ട് അവന്റെ രക്തം അത് ചീന്തി തെറിക്കും. വില്ലൻ അവനെ രക്തം പുരണ്ട കത്തി അത് നക്കാൻ തുടങ്ങും. എന്നിട്ട് വിൻഡ് സ്റ്റൈലും ഫയർ സ്റ്റൈലും അവൻ കമ്പൈൻ ചെയ്യാൻ തുടങ്ങും. അതുകൊണ്ട് ഷിക്കമരു പേടിച്ചു വിറയ്ക്കുമ്പോ ഇവിടെ ഹീഡൻ ആവട്ടെ അവനെ കത്തിയെടുത്ത് ഇപ്പൊ അവന്റെ ബോഡി കുത്താൻ തുടങ്ങും. ഷിക്കമരു ഇപ്പോ അവൻ മുഴുവനായിട്ടും ആ ഒരു കേഴ്സ് പവറിലേക്ക് വീഴാണ്. അപ്പൊ അതേ സമയത്ത് കാഗസു അവൻ കാക്കാഷിയോട് പറയും, എന്റെ 5ാമത്തെ ഹാർട്ട് അത് നിന്റെതാണ്. കട്ട് ചെയ്താ ഹീഡൻ അവന്റെ വലിയൊരു കത്തിയെടുത്ത് അവനെ തന്നെ കുത്താൻ പോകുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.